അളിയ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. ഞാൻ ചെയ്തതൊക്കെ ഓർത്തു. എടി, നീ ഇനിയും വെറുതെ എന്റെ പേർക്ക് ഇങ്ങനെ നടക്കരുത്. എനിക്ക് വേറെ റിലേഷൻ ഉണ്ട്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ലടാ. നീ ചുമ്മാ സിനിമ ഡയലോഗും അടിക്കല്ലേ. ഞാൻ നാളെ ചെന്നൈക്ക് പോയാ അവളുടെ അടുത്തേക്ക്. വെറുതെ നീ ഇനിയും വിളിച്ച് എന്റെ ജീവിതത്തിലൊരു ബുദ്ധിമുട്ടായിട്ട് വരരുത്. എടാ, എനിക്ക് നിന്നെ പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? ശല്യം. എന്തോടെ ഇവൻ? നീ ഇത്രയ്ക്ക് മോശമായിരുന്നോടാ? നീയൊക്കെ എന്നെ കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? പിന്നെ എന്തിനാണ് നീ ആ പാവത്തിന് ഒഴിവാക്കിയത്? എടാ, ഞാൻ ഇതുവരെ ഒരു ഗതിയും പിടിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് അവളുടെ ജീവിതം കൊണ്ട് തൊലിക്കുന്നത്? ഇത്രയും നാൾ അവൾ എനിക്ക് വേണ്ടി നിന്നു, ഇനിയും നിൽക്കുമെന്നറിയാം. അവളൊരു പാവമാടാ. പക്ഷേ എൻ്റെ ജീവിതം കൊണ്ട് എന്തിനാണ് അവളുടെ ജീവിതം കൊണ്ട് നശിപ്പിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്ത രണ്ട് കാര്യങ്ങൾക്ക്, ഒന്ന് അവൾക്കും ഒന്ന് സിനിമയ്ക്കും. അവളെ എനിക്ക് വിധിച്ചിട്ടില്ലടാ. സിനിമയ്ക്ക് വേണ്ടിയെങ്കിലും എനിക്ക് ശ്രമിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ നാളെ ചെന്നൈക്ക് പോവുകയാണ്. ചെന്നൈയില് നിനക്ക് വേറെ റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുള്ളതാണോ? ഉള്ളയായിരിക്കൂടാ. നല്ലതിനെ കിട്ടിയവൻ മാറിക്കാണും. മനുഷ്യനല്ലേ, മാറും മറക്കും. ഡാ, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്കെന്താ പറ്റിയത്? മോനെ, എന്റെ മോക്കൊരു ആലോചന വന്നിട്ടുണ്ട്. അച്ഛാ, നീ മുടക്കൊന്നും പറയരുത്. എന്റെ മോക്ക് വേണ്ടിയിട്ട് ഞാനും കുറെ കാത്തിരുന്നേ, നീ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച്. എന്നിട്ട് ഇതുവരെ ഒന്നും ആയില്ലല്ലോ. ഇനി എന്റെ മോളെ ഇങ്ങനെ നിർത്താൻ പറ്റുന്നില്ല. അമ്മയില്ലാത്ത മക്കളെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളർത്തുന്ന മോനൊരു തടസ്സമായിട്ട് നിൽക്കരുത്. അവരെ നല്ലൊരു കുടുംബത്തിലോട്ട് അയക്കണമെന്ന് എനിക്കും വലിയ ആഗ്രഹം. ഒരിക്കലും എന്റെ മോളെ അറിയരുത്. ഞാൻ വേണമെങ്കിൽ മോന്റെ കാല് ഞാൻ പിടിക്കാം. അച്ഛ വിഷമിക്കണ്ട. ഞാനല്ലേ പ്രശ്നം. ഞാൻ നോക്കോളാം. അവളുടെ ജീവിതത്തിൽ ഞാനൊരു ബാധ്യതയായിട്ട് വരുത്തില്ല. അവളുടെ അച്ഛൻ പറയുന്നത് ശരിയല്ലേടാ. ഞാനിട്ട് മാറിയിരിക്കുന്ന നല്ലത്. അത് ശരി. നീ എങ്ങോട്ടാ പോണം? അതെങ്കിലും എടുത്ത് പറയാം. അത് വേണ്ട. ഞാൻ ഇവിടെ ഉണ്ടെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ തേടി വരും. നീയും അറിയണ്ട, ആരും അറിയണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിട്ട് വിളിച്ചോളാം. അതെ, നിന്റെ മുറച്ചെറുക്കനായിട്ടുള്ള കല്യാണം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ആര്? വേറൊരുത്തരുടെ കൂടെ പോയി അവനെ ഓർത്തിരിക്കുകയാണോ നീ ഇപ്പോഴും? അവൻ പോയിട്ട് പോരുമല്ലോ അല്ലേ? വല്ല വിവരമുണ്ടാ? അവൻ നിന്നെ വിളിക്കുകയെങ്കിലും ചെയ്താ? അവൻ നിന്നെ മറന്നു കാണും. അല്ല, മറന്ന്. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തേ. ദുബായ് നല്ല ജോലിയുള്ള ഒരുത്തനാ. മക്കളെ നല്ല എന്താന്ന് ഈ അച്ഛനറിയാം. അളിയെ ഞാൻ നാളെ രാവിലെ കൊല്ലത്തെത്തും. എന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞേടാ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1638 മംഗലാപുരത്തിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ. എടാ അലി, എന്താണ് നിനക്ക് ഇത്ര വെപ്രാളം? എന്തെങ്കിലും വിഷയമുണ്ടോ? ഇല്ലടാ, ഒന്നുമില്ലടാ. ഇത്ര നാൾ എൻ്റെ ഒരു വിവരമില്ലാത്ത എൻ്റെ ദേഷ്യമാണോ? നീയാണെങ്കിൽ രണ്ടെണ്ണം തന്നോടാ. പക്ഷെ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ലെന്ന് പോയടാ. എന്നാ ഓക്കെ. എടാ, ഗൗരിയുടെ അറിവ് വല്ലതും ഉണ്ടോ? എന്താടാ? ഒന്നുമില്ലടാ. എന്താടാ അവളുടെ കല്യാണമായ? എടാ, അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ കാര്യം പറ. എടാ, അത് അവള് പോയി. പോവയാ? എങ്ങോട്ട്? എടാ, അവള് സൂയിസൈഡ് ചെയ്തടാ. എന്തുവാടാ നീ പറയുന്നേ? അയ്യോടാ, നിന്നെ എത്ര അവിടെ കോണ്ടാക്ട് ചെയ്ത് ശ്രമിച്ചു. നിനക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു എവിടെ അത്. നിന്നെ കാണാനായിട്ടാണ് അവിടെ പോയത്. ഹലോ മോളെ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ട്. എന്താ മോളെ വിളിച്ചത്? ചേച്ചി മരിക്കുന്നതിന് മുമ്പ് എഴുതിയ ലെറ്ററാ. ചേട്ടന്റെ കൊടുക്കണം.
ചേട്ടനോട് പറയണം എന്റെ ചേച്ചിക്ക് ചേട്ടനെ ഒരുപാട് ഇഷ്ടമായിരുന്നെന്ന്. ഈ കത്തവി വെച്ചോ, ഇതിൽ അവളുടെ വേദന എല്ലാം ഉണ്ട്. ഈ പെയ്യുന്ന മഴ അവളുടെ കണ്ണീരാണ്. അത് നിനക്കിത് വായിക്കാൻ മനസ്സിലാവും. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് അവനെ അല്ലാതെ ആരെയും സ്വീകരിക്കാൻ കഴിയില്ല. അവനെ അത്രയേറെ സ്നേഹിച്ചതുകൊണ്ട് അവന് വേണ്ടി എല്ലാരെയും ഞാൻ എതിർത്ത് നിന്നത്. എനിക്ക് പേടിയുണ്ട് അച്ഛൻ മരിക്കാൻ. പക്ഷെ എനിക്ക് അവനില്ലാതെ കഴിയില്ല. അവനെനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അച്ഛ. ഞാൻ പോവാ. ഞാൻ ജീവിതത്തിൽ തോറ്റുപോയി അച്ഛ. ഞാൻ തോറ്റുപോയി. എവിടാണ് അവളിപ്പോ? അത് എടി, ഞാൻ നിന്നെ വിട്ടു കഴിഞ്ഞ് എന്തോ ചെയ്യും? നീ എന്നെ വിട്ടിട്ട് പോവോ? നീ പോയാ പിന്നെ ഞാൻ ഈ ലോകത്തുണ്ടാവില്ല. ചത്തുകളയെന്നാണോ? നല്ല ഫ്രഷ് ഡയലോഗ്. നീ നോക്കിയോ? അല്ല, നമ്മൾ എന്തിനാ ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത്? നീ എന്നെ വിട്ടു പോകത്തില്ലെന്ന് എനിക്കറിയാം. നീ പോയാ ഞാൻ ജീവിതത്തിൽ തോറ്റു. എല്ലാം ഞാൻ തോക്കില്ല, എനിക്കറിയാം. എന്റെ തെറ്റാണ്. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കാക്കത്തില്ല. ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കത്തില്ല. ഞാൻ അതുകൊണ്ട് പോവാണ് അവളുടെ അടുത്തേക്ക്. അവേന്ദ്ര നമ്മുടെ സ്നേഹം മനസ്സിലാക്കാതെ പോയാ. മരണശേഷം സ്വർഗത്തിൽ വെച്ച് ഇങ്ങനെ കണ്ടുമുട്ടുമെന്ന് പറയുന്നത് ഒരു വിശ്വാസം മാത്രമല്ല. എന്നാൽ ഉറപ്പുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. അവള് നല്ല എന്നെ വേണ്ടില്ല മോളെ അപ്പ ഇതൊക്കെ ചെയ്ത്. എന്നിട്ട് ഈ അപ്പൻ സ്നേഹം അവള് കാണാതെ പോയല്ലോ. ഒരാൾക്ക് വേണ്ടി നമ്മൾ ഇല്ലാതാവാൻ നോക്കുമ്പം നമ്മുടെ അച്ഛൻ, അമ്മ, കൂടപ്പിറപ്പ്, കൂടപ്പിറപ്പിനെ പോലത്തെ സുഹൃത്തുക്കൾ, ഇവരുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കണ്ടേ? നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മളായിട്ട് നോക്കുന്നത് ശരിയാണോ? അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കണ്ടേ? അവരുടെ നിഴലായി